ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗകന്റെ പുസ്തകം അധ്യായം 4 നമുക്ക് വായിച്ച് ധ്യാനിച്ച് പഠിക്കാം. സഭാപ്രസംഗകൻ അധ്യായം 4. വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. മർദ്ദിതരുടെ കണ്ണീരു ഞാൻ കണ്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ശക്തി മർദ്ദകർക്കായിരുന്നു. ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇരുകൂട്ടരെക്കാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതും മിഥ്യയും പാഴ്വേലിയുമാണ്. ഭോഷൻ കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം. സൂര്യന് കീഴെ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അറുതിയില്ല. ധനം എത്രയായാലും അവനു മതി വരുന്നില്ല. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇതും മിഥ്യയും പരിതാപകരവുമാണ്. രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരനു താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവൻ്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരടു വേഗം പൊട്ടുകയില്ല. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ്. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം. ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം. അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം. അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു. അവൻ്റെ പ്രജകൾക്ക് എണ്ണമില്ല. അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു. എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. ദൈവത്തിന് സ്തുതി. 4-ാം അധ്യായത്തിൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. ശീർഷകങ്ങളൊന്നുമില്ല. 3-ാം അധ്യായത്തിലെ എവിടെയും അനീതി എന്ന് പറയുന്ന തലക്കെട്ടിന് താഴെയാണ് 1-ാം അധ്യായം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വരുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. 4-ാം അധ്യായം 1-ാം വാക്യം. വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. മർദ്ദിതരുടെ കണ്ണീരു ഞാൻ കണ്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ശക്തി മർദ്ദകർക്കായിരുന്നു. ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. 2-ാം വാക്യം. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന് ഞാൻ കരുതി. ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്നു ഞാൻ വിചാരിച്ചു. 3-ാം തിരുവചനം. എന്നാൽ ഇരുകൂട്ടരെക്കാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിലും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 18-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 4-ാം അധ്യായം 3-ാം വാക്യം, ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 18-ാം വാക്യത്തിലും. ഇനി 4-ാം തിരുവചനം എന്താ നോക്കാം. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. 5-ാം തിരുവചനം. ഭോഷൻ കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു. 6-ാം തിരുവചനം. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം. അപ്പം കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത് ആരാണ്? ഭോഷനാണ്. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം. അപ്പോൾ ഇരു കൈകളും നിറയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം എന്താണ്? ഒരു പിടി സ്വസ്ഥതയാണ്. 7-ാം തിരുവചനം. സൂര്യന് കീഴെ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു. സൂര്യന് കീഴെ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. ഇനി 8-ാം തിരുവചനം. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അറുതിയില്ല. ധനം എത്രയായാലും അവന് മതി വരുന്നില്ല.
ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇതും മിഥ്യയും പരിതാപകരവുമാണ്. ആരുമില്ലാത്തവരും ധനം സമ്പാദിക്കാനായിട്ട് അധ്വാനിക്കുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അറുതിയില്ല. ധനം എത്രയായാലും അവന് മതി വരുന്നില്ല. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇതും മിഥ്യയും പരിതാപകരവുമാണ്. 9-ാം തിരുവചനം. രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. 9-ാം തിരുവചനത്തെക്കുറിച്ച് ലൂക്കാ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 4-ാം അധ്യായം 9-ാം വാക്യം, ലൂക്കാ 10:1 ഇവിടെ താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 10-ാം തിരുവചനം എന്താണെന്ന് നോക്കാം. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. ഒറ്റയ്ക്കായിരിക്കുന്നവൻ, ആരുമില്ലാത്തവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. 11-ാം തിരുവചനം. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും. 12-ാം തിരുവചനം. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരിച്ചരടു വേഗം പൊട്ടുകയില്ല. എന്താണ് വേഗം പൊട്ടുകയില്ലാത്ത? മുപ്പിരിച്ചരടു വേഗം പൊട്ടുകയില്ല. 13-ാം തിരുവചനം. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ്, ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം. 14-ാം തിരുവചനം. ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം, അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം. ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം, അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം. 15-ാം തിരുവചനം. അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു. 16-ാം തിരുവചനം. അവൻ്റെ പ്രജകൾക്ക് എണ്ണമില്ല, അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു. എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല. ഇത് മിഥ്യയും പാഴ്വേലയുമാണ്. ദൈവത്തിന് സ്തുതി. ലോഗോസ് ക്വിസിന് തിരുവചന ഭാഗം ആവർത്തിച്ച് കേട്ട് ധ്യാനിച്ച് പഠിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.